തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിലൂടെ തുടർഭരണം തൃശങ്കുവിലായ CPM ഇതാ പ്രതിരോധത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും കയറുകയെന്ന ഹിമാലയൻ ദൗത്യമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. ഒപ്പം 3 മേഖലകളായി തിരിച്ച് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായി ജാഥയും സംഘടിപ്പിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി പ്രാഥമിക ചർച്ചകളും ഇതിനോടകം പാർട്ടി പൂർത്തിയാക്കി എന്നുള്ളതാണ് വിവരം. റഹീസ് റഷീദ് ചേരുന്നു വിവരങ്ങളുമായി. റഹീസ് റഷീദ്, MV ഗോവിന്ദൻ, ബിനോയ് വിശ്വം, ജോസ് കെ മാണി ഇവർ 3 പേരും നയിക്കുന്ന ജാഥകൾ, ഒപ്പം താഴെത്തട്ടിൽ സംഘടനാ ദൗർബല്യമുണ്ട് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഒന്നുകൂടി ഉഷാറാക്കി ഓരോ വീടുകളും കയറിറങ്ങി വോട്ടുറപ്പിക്കുക, വിവാദ വിഷയങ്ങളിലെല്ലാം വിശദീകരണം നൽകുക, അങ്ങനെ ഒരു വലിയ പദ്ധതിയാണ് CPM ലക്ഷ്യമിടുന്നത്. ഒപ്പം പ്രാഥമിക ചർച്ചകൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ നടക്കുന്നു. പ്രമുഖർ ആരൊക്കെ എത്തും വീണ്ടും എന്നറിയേണ്ടതുണ്ട്. ആർക്കൊക്കെ ഇളവ് നൽകും എന്നുകൂടി അറിയണം. വിനിത, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങാനാണ് ഇന്നലെ അവസാനിച്ച CPIM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങളിലെടുത്ത തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനുവരി 15 മുതൽ 22 വരെയുള്ള ഒരാഴ്ചക്കാലം സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും കയറി അതിൽ സംസ്ഥാന നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മുതൽ ഏറ്റവും താഴെക്കിടയിലുള്ള പ്രവർത്തകർ വരെ ഓരോ പ്രദേശത്തെയും വീടുകളിൽ കയറി ഇറങ്ങി അവർക്ക് പറയാനുള്ളത് കേട്ട് പാർട്ടിക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞ് നിലവിലുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദമടക്കമുള്ള പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് തിരിച്ചു വരാനുള്ള ഒരു ശ്രമം CPIM എന്ന നിലയിൽ നടത്തുന്നു. ഒപ്പം LDF എന്ന നിലയിൽ 3 മേഖലാ ജാഥകൾ, സാധാരണഗതിയിൽ 2 മേഖലാ ജാഥകളാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടത്താറുള്ളത്. ഒന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയുമാണ് നയിക്കുന്നതെങ്കിൽ ഇത്തവണ 3 മേഖലാ ജാഥകൾ നടത്തുന്നു. മധ്യ കേരളത്തിൽ നിർണായക വോട്ട് ബാങ്കുള്ള ജോസ് കെ മാണി ഒരു ജാഥയെ നയിക്കുകയാണ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലുള്ള ജാഥ ജോസ് കെ മാണി നയിക്കുന്നു. ബിനോയ് വിശ്വമാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലെ ജാഥയും ബാക്കി 6 ജില്ലകളിലെ ജാഥ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. 2 ടേം വ്യവസ്ഥ എടുത്തു കളഞ്ഞ് നിലവിലുള്ള ആളുകൾ പലരും മത്സരിക്കുന്ന തരത്തിലാണ് ചർച്ചകൾ പോകുന്നത്. മുൻപുണ്ടായിരുന്ന തോമസ് ഐസക്കിനെ പോലുള്ള കഴിഞ്ഞ തവണ വിട്ടുനിന്ന ആളുകൾ തിരിച്ചു മത്സര രംഗത്തേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് P ശശിയും A പ്രദീപ് കുമാറുമെല്ലാം മത്സരരംഗത്ത് ഇറങ്ങാനാണ് സാധ്യത. ചർച്ചകൾ ആ ഗതിയിലാണ് പോകുന്നത്. അതാണ് ഏതായാലും സ്ഥാനാർത്ഥി നിർണയത്തിന്റെയൊക്കെ പ്രാഥമിക ചർച്ചകൾ അവിടെയും തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഈ തിരിച്ചടിക്ക് ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത്തരം തിരുത്തൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ തന്നെയും CPM കടക്കുന്നത്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.